പ്രതിപക്ഷ കൗൺസിലർമാരും ഭരണപക്ഷവും തമ്മിൽ വൻ കയ്യാങ്കളിയും സംഘർഷവും. BJP ഭരണസമിതിക്ക് കീഴിലുള്ള തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ യോഗത്തിലാണ് സംഭവം. ജയിലിൽ കഴിയുന്ന BJP കൗൺസിലറെ സംരക്ഷിക്കാൻ മേയർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് LDF UDF അംഗങ്ങൾ ഉയർത്തിയ ശക്തമായ പ്രതിഷേധമാണ് ഒടുവിൽ പരസ്യമായ കയ്യേറ്റത്തിലേക്ക് കലാശിച്ചത്. കാപ്പ നിയമപ്രകാരം അറസ്റ്റിലായി തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ R. സുഗതന്റെ കൗൺസിലർ സ്ഥാനം നിലനിർത്താൻ മേയർ VV രാജേഷ് വഴിവിട്ട് സഹായിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. തുടർച്ചയായി 4 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടും. ഇത് ഒഴിവാക്കാനായി മേയർ കഴിഞ്ഞ 47 ദിവസമായി കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തില്ലെന്ന് LDF നേതാവ് K. ശ്രീകുമാർ ആരോപിച്ചു. യോഗം ആരംഭിച്ച ഉടൻ തന്നെ സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് LDF UDF അംഗങ്ങൾ പ്ലക്കാർഡുകളുമായി രംഗത്തിറങ്ങി. കഴിഞ്ഞ ആഴ്ചയിലെ സംഘർഷത്തിൽ പരിക്കേറ്റ 3 LDF വനിതാ കൗൺസിലർമാർ വീൽ ചെയറിലാണ് ഇന്നത്തെ യോഗത്തിനെത്തിയത്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ മുദ്രാവാക്യങ്ങൾക്കിടയിൽ മേയർ VV രാജേഷ് അജണ്ടകൾ വേഗത്തിൽ വായിച്ചു തീർത്ത് യോഗം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കൗൺസിൽ ഹാളിൽ കയ്യാങ്കളി ആരംഭിച്ചത്. മേയറുടെ പക്കലുണ്ടായിരുന്ന ഹാജർ രജിസ്റ്ററും മിനിറ്റ്സ് ബുക്കും UDF അംഗങ്ങൾ കൈക്കലാക്കിയതോടെ തർക്കം രൂക്ഷമായി. ജയിലിലുള്ള സുഗതന് നിയമസഹായം നൽകാനായി BJP ഈ ഫയലുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതായി UDF ആരോപിച്ചു. BJP കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ചെമ്പഴന്തി ഉദയൻ UDF പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥനെ കയ്യേറ്റം ചെയ്തു. തടയാൻ ശ്രമിച്ച 2 കോൺഗ്രസ് വനിതാ കൗൺസിലർമാർക്കും മർദ്ദനമേറ്റതായി UDF പരാതിപ്പെട്ടു. സംഘർഷത്തിനിടയിൽ പ്രതിപക്ഷാംഗങ്ങൾ തങ്ങളുടെ കൗൺസിലറുടെ ഷർട്ട് വലിച്ചു കീറിയതായി BJP വിഭാഗം ആരോപിച്ചു. ഹാജർ രജിസ്റ്റർ വലിച്ചു കീറാനും ശ്രമമുണ്ടായി. UDF നേതാവ് KS ശബരിനാഥന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: മേയർ ഒളിച്ചു കടത്താൻ നോക്കിയ ഹാജർ ബുക്ക് ഞങ്ങൾ പിടിച്ചെടുത്തപ്പോഴാണ് ചെമ്പഴന്തി ഉദയന്റെ നേതൃത്വത്തിൽ BJP അംഗങ്ങൾ അക്രമാസക്തരായത്. വനിതാ കൗൺസിലർമാരെ വരെ അവർ തെരുവ് ഗുണ്ടകളെ പോലെ കയ്യേറ്റം ചെയ്തു. RSS ശൈലിയാണിത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതിന് BJPയുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: നഗരസഭയുടെ സുഗമമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കോൺഗ്രസും CPMഉം ഒത്തുകളിക്കുകയാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ കൗൺസിൽ ഹാളിൽ വെച്ച് വസ്ത്രം വലിച്ചു കീറി അപമാനിക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ഭരണസ്തംഭനം ആരോപിച്ച് ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF ആദ്യം ആലോചിച്ചിരുന്നെങ്കിലും LDFന്റെ പിന്തുണ ഉറപ്പില്ലാത്തതിനാൽ ഇന്ന് രാവിലെ അവർ അതിൽ നിന്ന് പിന്മാറിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച കോടതി ഉത്തരവിനെ തുടർന്ന് 19 BJP കൗൺസിലർമാർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചയും നഗരസഭയിൽ വൻ സംഘർഷം നടന്നിരുന്നു. മേയർ VV രാജേഷ്, LDF കൗൺസിലർ സിന്ധു ശശി എന്നിവരുൾപ്പെടെ 17 പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ കൗൺസിൽ യോഗവും അക്രമാസക്തമായത്.